ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്നൊരു പുതിയൊരു കാർ എടുക്കാൻ പോവാണ്. ഹലോ മച്ചാമാരെ, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മൾ നടക്കണം കേട്ടോ. അതേ ഒരു ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോകുന്ന ട്രെയിൻ ഇതല്ല കേട്ടോ, നമുക്ക് അടുത്ത ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ട്രെയിൻ നോക്കി തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയാൽ നമ്മുടെ ഇരിക്കണതാണ്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ വരും, ഏകദേശം വരാറായിട്ടുണ്ട്. വന്യവന ട്രെയിൻ നമുക്ക് കയറാം കേട്ടോ. എന്താ മച്ചാനെ കൂടെ ഫോണിൽ വിളിയാണ്. ഇത് മച്ചാൻ്റെ അനിയനാണ്. ട്രെയിൻ നമുക്ക് പോകുന്ന ട്രെയിൻ എത്തിയട്ടോ. നമുക്ക് ഇനി അത് കയറാം. പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും നമുക്ക് ട്രെയിനിൽ കയറി പോവാം. അപ്പോൾ നമുക്ക് പോകുന്ന ട്രെയിനിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കയറി പോവാം. അപ്പോൾ നമ്മളിപ്പോൾ സമയം പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു 10-11 ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ബ്രോയ്ക്കൊണ്ടാണ് സെൻ്റ് എടുക്കണം കേട്ടോ. ഈ ബ്രോയിൻ്റെ അനിയനാണ്. ഈ വണ്ടിയൊക്കെ എടുക്കുന്നതിന് ആഗ്രഹം, സെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നാളായി എൻ്റെ സീറ്റിൻ്റെ കുറേ നടക്കുന്നത്. ഇപ്പോഴാണ് സെറ്റായിരുന്നു. സീറ്റൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് ഇപ്പോൾ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതേ മച്ചാൻ വണ്ടിയുടെ ഓണറായിട്ട് ചാറ്റിങ് ആണോ എത്താറെന്നൊക്കെ പറയണതാണ്. അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ട് ഗൈസ്. അവിടെ കുറേ എയറോപ്ലെയിനൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എത്തിയിട്ട് കാണാം കേട്ടോ. തിരൂർ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പം പോട്ടെ. അപ്പോൾ നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പുള്ളിക്കാരൻ വിളിച്ചിട്ട് പുള്ളിക്കാരൻ ഇവിടെ വരാമെന്നാണ് പറഞ്ഞേക്കണം. വണ്ടിയുടെ ഓണർ റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നടക്കണതാണ്. പുള്ളിക്കാരൻ പറഞ്ഞ് അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ നടന്നുകൊണ്ടിരിക്കണതാണ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ കേട്ടോ. അപ്പോൾ അത് പോണേണ്. അവരൊക്കെ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. മറ്റൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിച്ചില്ല കഴിച്ചു. അപ്പോൾ എനിക്ക് കഴിക്കണം, വണ്ടിയിൽ നിന്ന് കഴിക്കണം. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ടാറ്റ് കൊടുത്തിട്ട് കേട്ടോ. അതായത് നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം കേട്ടോ. ഒട്ടും സമയമില്ല. വണ്ടി നമുക്ക് എങ്ങനെയും രാത്രിയാണ് നമുക്ക് അവിടെ എത്തണം. രാവിലെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ച് നോക്കിയിട്ടൊന്ന് എടുക്കണതാണ് വണ്ടി നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഓടിച്ചിട്ടൊന്നും വേറെ ലാഗും കാര്യങ്ങളൊന്നും തോന്നണം കേട്ടോ വണ്ടി എൻജിൻ്റെ ഭാഗത്തു നിന്നൊന്നും. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പോകണം. ഇനിയപ്പോൾ വണ്ടി നല്ലതാണ്, ഓക്കെയാണ്, പക്കാണ്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല, ചെറിയൊരു പെയിൻറ്റിൻ്റെ പണിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കിപ്പോൾ വേഗം തന്നെ ഒന്ന് പോകണം. നമുക്ക് എങ്ങനെയാലും ഇനി എറണാകുളത്ത് എത്തണം. അപ്പോൾ ഏകദേശം വെളുപ്പിനാവട്ടെ നമ്മുടെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ വണ്ടിയും കാശും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്ത് ഡീൽ ചെയ്ത് നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കണം. നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം, എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു പകൽ ഞാൻ റിവ്യൂ തന്നെ എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മര്യാദക്ക് വണ്ടി എങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ രാത്രി ആവും കേസ്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പകലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് സെറ്റാക്കാം കേട്ടോ നമുക്കപ്പോൾ. ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണം. അപ്പോൾ അമ്പലം എന്താ കാണിച്ചു തരാട്ടത്, അതാണ് അമ്പലം. അപ്പോൾ നമുക്ക് ആ ബ്രോയിൻ്റെ അനിയൻ്റെ അടുത്ത് വണ്ടി അങ്ങനെന്നൊക്കെ ചോദിക്കട്ടെ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ അവൻ്റെ അടുത്ത്. മറ്റേ വണ്ടി അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടാ? ആ വണ്ടി സെറ്റ് വണ്ടിയാണ്. സ്പീക്കറൊക്കെ അടിപ്പനാണ്, നല്ല അടിപ്പ സൗണ്ടൊക്കെ ഉണ്ട്, സെറ്റാണ് വണ്ടി. പിന്നെ അത് മോമോയുടെ സ്റ്റിയറിംഗ് ഒക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ അത് വെച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഡിക്കിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കാര്യങ്ങളും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് വീട്ടിലെത്തണം കേട്ടോ വണ്ടിയും കൊണ്ടൊക്കെ. ഗൈസ്, അപ്പോൾ രാത്രിയാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നാളെ ഇതിൻ്റെ റിവ്യൂ എടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.